എല്ലാ പ്രായത്തിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. കഴിഞ്ഞ ഒരു മാസമായി ഞാൻ നിങ്ങളുടെ പിന്നാലെയായിരുന്നു. മക്കളെ എങ്ങനെ വളർത്തണം, അവരെ എങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒത്തിരി നിരന്തരം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിയണം കേട്ടോ, നിങ്ങളുടെ വിഷമങ്ങൾ ഞാൻ കാണുന്നില്ല എന്നതിനർത്ഥമില്ല. നിങ്ങളുടെ ഉള്ളിലെ ആകുലതകൾ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു വന്ന കഷ്ടപ്പാടുകൾ എനിക്കറിയാം. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും എനിക്കറിയാം. ഡിജിറ്റൽ ലോകത്ത് വളരുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു മാതാവോ പിതാവോ എന്ന നിലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദം എത്രത്തോളമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ നേരവും ശാന്തതയോടുകൂടിയും ക്ഷമയോടും കൂടി ഇരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ വേദനകൾ ഞാൻ കാണുന്നു. നിങ്ങളിൽ പലരും ഉള്ളിലൊതുക്കുന്ന കുറ്റബോധവും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി അവരെ മനസ്സിലാക്കാമായിരുന്നു, അല്പം കൂടി ക്ഷമ കാണിക്കാമായിരുന്നു. അന്ന് ഞാൻ അവർ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെയല്ലേ നിങ്ങളുടെ ചിന്തകൾ പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദയവായി നിങ്ങളെ ശിക്ഷിക്കാതിരിക്കൂ. കുറ്റബോധം കൊണ്ട് കഴിഞ്ഞ കാലം മാറ്റാൻ കഴിയില്ല. അത് തകർന്ന ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുകയുമില്ല. പകരം അത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പതുക്കെ തളർത്തുകയുള്ളൂ. അന്ന് നിങ്ങളുടെ അറിവിനനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. അറിവ് എന്നത് പ്രായത്തിനനുസരിച്ച് വളരുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് വരുന്ന 30 ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളുടെ കൂടെ നടക്കണം. അനുവദിക്കുമല്ലോ? നമുക്ക് നാളെ തന്നെ തുടങ്ങാം കേട്ടോ.